اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ഒരുക്കത്തോടെ കാത്തു നിൽക്കുന്ന വിശുദ്ധമായ റമദാൻ നമ്മുടെ അടുത്തെത്തി നിൽക്കുന്ന വളരെ സന്തോഷകരമായ സാഹചര്യത്തിലാണ് വിശ്വാസികളുള്ളത്. ആ റമദാനിൽ ജീവിക്കാനും ആ റമദാനിൽ മടിയില്ലാതെ, അലസതയില്ലാതെ, ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി ആരാധനാ കർമ്മങ്ങളിൽ നിരതമാകാനും വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ആ റമദാനിൽ ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, യാ ഹുദൈഫ മൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ല. ആരെങ്കിലും ഒരൊറ്റ നോമ്പ്, ഒരു നോമ്പ് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാൽ ഹുത്തിമ ലഹു ബിഹി ദഖലൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിർബന്ധമാക്കി എന്നാണ്. അപ്പോൾ വിശുദ്ധ റമദാനിലെ ഒരു നോമ്പ് അനുഷ്ഠിക്കാനേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകിയിട്ടുള്ളൂ എങ്കിലും വളരെ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി ആ വ്രതം അനുഷ്ഠിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണയോടുകൂടെ ഒരു മനുഷ്യൻ വ്രതമനുഷ്ഠിച്ചാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജഹഹു അനിൻ നാരി 70 ഖരീഫ. ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ 70 വർഷത്തെ വടിദൂരം നരകത്തിൽ നിന്ന് അയാളുടെ മുഖത്തെ അകറ്റും എന്ന് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് ഒരു മനുഷ്യൻ അനുഷ്ഠിച്ചാൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഹൻദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്.
ആ മനുഷ്യനും നരകത്തിനുമിടയിൽ അള്ളാഹു ഒരു ഗർത്തമുണ്ടാക്കും. എത്രയാണ് ആ ഗർത്തത്തിന്റെ വിശാലത? മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം ഡിസ്റ്റൻസ് ഉള്ള, ആകാശഭൂമിയോളം വ്യത്യാസമുള്ള ഒരു ഗർത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പ് അനുഷ്ഠിച്ച ആ മനുഷ്യനിൽ നിന്ന് നരകത്തെ അത്രത്തോളം ദൂരം അകറ്റും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ സൂചിപ്പിക്കുകയാണ്. കുല്ലു അമലി ഇബ്നു ആദം യുളാഅഫുൽ ഹസനതു ബിഅശരി അംസാലിക ഇലാ 700 ളഅഫിൻ. ആദമിന്റെ മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുക. റമളാൻ അല്ലാത്ത കാലത്ത് നാം അനുഷ്ഠിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ആ പ്രവർത്തനത്തിന്റെ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ നമ്മുടെ ആത്മാർത്ഥതയുടെ, നമ്മുടെ നിഷ്കളങ്കതയുടെ, നമ്മുടെ പ്രതിഫലേച്ഛയുടെ, നമ്മുടെ താല്പര്യത്തിന്റെ, നമ്മുടെ ഉദ്ദേശത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ കർമ്മത്തിന് അല്ലാഹു നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നത് ഇല്ല സൗമ, നോമ്പൊഴികെ, ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ആ നോമ്പിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ്. എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിനുള്ളതാണ്. പക്ഷെ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുകയാണ്. ഫഇന്നഹു ലീ, ഒരു മനുഷ്യൻ റമളാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് എന്നത് അതെനിക്കുള്ളതാണ്. ഫഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അപ്പൊ എത്ര പ്രതിഫലം നൽകും? എത്രയും പ്രതിഫലം നൽകും. അവിടെ 10 ഇരട്ടിയുടെയും 700 ഇരട്ടി വരെ എന്ന കണക്കില്ല. എത്ര പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. യദഉ ശഹവതഹു വ തആമഹു മിൻ അജ്ലി, കാരണം ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വൈകാരികതകളും ഒഴിവാക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു വ്രതം അനുഷ്ഠിച്ചാൽ തന്നെ അതിനെത്രയും പ്രതിഫലം ഞാൻ നൽകും, എത്രയും പ്രതിഫലം നൽകും. അപ്പൊ അത്രത്തോളം പ്രതിഫലമുള്ള, പ്രാധാന്യമുള്ള ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതിനാണ് ഒരു 3-4 ഹദീസുകൾ ഒന്നിച്ചു സൂചിപ്പിച്ചത്. നമ്മുടെ മനസ്സിന്റെ കോണിൽ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന റമളാൻ എന്നത് 100% നമ്മുടെ മനസ്സിലേക്ക് റമളാൻ എന്ന വൈകാരികത വരാനുള്ള സമയമായി. 100%. അതെന്ന് തുടങ്ങും? ഇന്ന് മാസം കണ്ടാൽ ഇന്ന് തറാവീഹ് നമസ്കാരത്തോടുകൂടെ ആരംഭിക്കും. അതുകൊണ്ട് കച്ചവടമുള്ളവർ, ബിസിനസ് ഉള്ളവർ, തിരക്കുള്ളവർ, തിരക്ക് നമുക്ക് മാറൂല. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാൽ എന്നും തിരക്കേ. കാരണങ്ങൾ പറയുന്നവർക്ക് മരിക്കുവോളം കാരണങ്ങൾ ഉണ്ടാകും. ഓരോ കാരണങ്ങൾ, അതാണ് നിഅമത്ത് എന്ന് പറഞ്ഞാൽ. ഒരു കാരണവുമില്ലാത്ത ആളുകൾ ആരായിരിക്കും അറിയോ? മാരകമായ രോഗങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിലും വീടുകളിലും റെസ്റ്റ് എടുക്കുന്ന ആളുകൾ. അവർക്ക് ഒരു കാരണമില്ല. ഒരു വീട്ടിലാ, എങ്ങനെങ്കിലും ഒന്ന് പള്ളിയിലേക്ക് എത്തിയാൽ മതിയായിരുന്നു, ഒരു തിരക്കില്ല. ഒരു 4 ആളുകൾ എന്റെ അടുത്തേക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. എന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകൻ, ഒരു സുഹൃത്ത്, ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വന്നു. വളരെ സജീവമായി ആദർശ രംഗത്ത്, സംഘടനാ രംഗത്ത്, അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞു ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ചികിത്സ കൊണ്ട് പൂർണ്ണമായി മാറും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ, ഇന്നലെ വരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, നമ്മേക്കാൾ കൂടുതൽ ഓടി നടന്നിരുന്ന ഒരാൾ, അദ്ദേഹം ഇന്ന് വീട്ടിൽ റെസ്റ്റിലാണ്. അതെന്താ? അല്ലാഹുവിന്റെ പരീക്ഷണം, രോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ എല്ലാ തിരക്കും നോക്കും, നമ്മുടെ എല്ലാ ഭൗതികതയും നിൽക്കും. ഉള്ള നിഅമത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കലും നിൽക്കും. ആളുകളുടെ അധിക ടെൻഷനും ഉള്ള നിഅമത്തിനെ കുറിച്ച് ആലോചിച്ച്, കയറ്റിയ വീടിനെ കുറിച്ച്, വാങ്ങിയ സ്ഥലത്തെ കുറിച്ച്, ഉള്ള വാഹനത്തെ കുറിച്ച്, കെട്ടിയ ഭാര്യയെ കുറിച്ച്, കൂടെയുള്ള ഭർത്താവിനെ കുറിച്ച്, കൂടെയുള്ള മക്കളെ കുറിച്ച്. ഇതിനാണ് ടെൻഷൻ.
ഇല്ലാത്തതിനെ കുറിച്ചാവൂല, ഉള്ളതിൽ. കാരണം അത്രത്തോളം ധന്യതയിലാണ് നമ്മളൊക്കെ. അപ്പൊ റമദാനിലേക്ക് എത്തുമ്പോൾ ഇന്ന് മാസം കണ്ടാൽ തറാവീഹ് മുതൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ നല്ല പ്രതിഫലേച്ഛയോടെ, നല്ല താല്പര്യത്തോടുകൂടി, നല്ല പ്രതിഫലേച്ഛയും താല്പര്യമില്ലാത്തവനൊന്ന് തറാവീഹ് കിട്ടൂല. കാരണം എന്താ? അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തനെ വന്നിടൂല. ഇന്ന് മാസം കണ്ട അന്ന് തന്നെ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇന്ന് മുതൽ, ഇന്ന് മാസം കണ്ടാൽ ഇന്ന് മുതൽ പള്ളികളിൽ നടക്കുന്ന തറാവീഹിനെ നമ്മൾ കുടുംബത്തോടൊപ്പം വന്നുകൊണ്ട് നാം നമസ്കരിച്ചു കഴിഞ്ഞാൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, നല്ല ഈമാനോടുകൂടി എനിക്ക് നാളെ പരലോകത്ത് ഇതിന് പ്രതിഫലം ലഭിക്കണമെന്ന താല്പര്യത്തോടുകൂടി നാം അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത എത്ര പാപങ്ങളുണ്ടോ അത് മുഴുവൻ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ. അതാണ് പ്രതിഫലേച്ഛണ്ടാണ്ട്. എന്താ പ്രതിഫലേച്ഛണ്ടാണ്ട്? ആദ്യത്തെ പ്രതിഫലമായി എനിക്ക് വേണ്ടത് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കണം. അറിഞ്ഞ് അറിയാതെ പരസ്യമായി രഹസ്യമായി ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കണം. അതാണ് ഒന്നാമത്തെ പ്രതിഫലേച്ഛ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ്. അപ്പൊ അതിനുവേണ്ടി ഇന്ന് മുതൽ തന്നെ നാം ഒരുങ്ങുക എന്നതാണ്. അങ്ങനെ നമ്മൾ കടന്നുറങ്ങി. എന്നും എഴുന്നേൽക്കുന്നത് പോലെയല്ല അത്താഴം എന്നത് നമ്മുടെ നോമ്പിന്റെ പ്രത്യേകത. നോമ്പ് ഒരുപാട് സമൂഹത്തിനുണ്ട്. അത്താഴം നമ്മുടെ നോമ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സർവസ്തുതിയും എന്റെ റബ്ബിനാണ്. നോമ്പിന്റെ ഒന്നാമത്തെ ദിവസം മരണത്തിൽ നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് എഴുന്നേൽപ്പിച്ചു. അല്ലാഹുവേ, എന്റെ മടക്കം നിന്നിലേക്കാണ്. നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കാൻ. ആ എഴുന്നേൽക്കുന്നത് എന്താണ്? ബറക്കത്താണ്. അങ്ങനെ എഴുന്നേൽക്കണം. നമ്മൾ വിശക്കാതെക്കാൻ ഭക്ഷണം കഴിക്കാനല്ല എഴുന്നേൽക്കുന്നത്. അതിന്റെ ഒരു കാരണമാണ്. ആ സമയത്തിന് എന്തുണ്ട്? ബറക്കത്തുണ്ട്. അത്താഴത്തിന്റെ സമയം നമ്മൾ എഴുന്നേറ്റത് മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം ഇന്നലെ വരെയുള്ള സമയം പോലെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സുഹൂറു ഉഖലത്തും ബറകത്തുൻ ഫലാ തദഊഹു. സുഹൂറിന്റെ ഭക്ഷണം എന്നത്, അത്താഴത്തിന്റെ ഭക്ഷണം എന്നത് അത് അനുഗ്രഹമാണ്. ഫലാ തദഊഹു, അത് നിങ്ങൾ ഒഴിവാക്കരുത്. വലൗ അൻ യജ്റഅ അഹദുകും ജുർഅതൻ മിമ്മാഇൻ, അത് വെള്ളത്തിൽ നിന്നുള്ള ഒരു മുറുക്ക് വെള്ളം, ഒരു കവിള് വെള്ളം ആണെങ്കിലും ശരി. ഫഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും അത്താഴ സമയത്തിന് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് അത് അനുഗ്രഹത്തിന്റെ സമയമാണ്. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ ആ ഒരു വിചാരം നമുക്കുണ്ടാകണം. ഇതൊരു ബറക്കത്തിന്റെ സമയമാണ്, ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാണ്. നേരത്തെ എഴുന്നേൽക്കുന്നതിൽ പുണ്യമല്ല. ഏറ്റവും പുണ്യത അത്താഴത്തിന്റെ സമയവും ബാങ്കും തമ്മിലുള്ള സമയം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭക്ഷണം നമുക്ക് റെഡിയാക്കണം, തയ്യാറാക്കണം, അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഏതാ സമയം? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇലസ്സലാത്തി, പിന്നെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പോയി. ഖുൽതു, ചോദിച്ചു അദ്ദേഹത്തോട്, കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽത്ത ആ സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള സമയവും ബാങ്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടായിരുന്നു? ഖാല, പറഞ്ഞു, ഖദ്റു 50 ആയ, ഒരു 50 ആയത്ത് ഓതാനുള്ള സമയമായിരുന്നു. ഒരു 3 പേജ് ഖുർആൻ എപ്പോതാ? അത്താഴത്തിന് എഴുന്നേറ്റ് സുബഹി ബാങ്കിന്റെ ഇടയിൽ നമുക്ക് ഓതാം. അപ്പൊ അത് ഖുർആൻ ഓതേണ്ട സമയം, അത് ദിക്റും ദുആയും നടത്തേണ്ട സമയമാണ്. അതിനെന്തു വേണം? ഞാനിത് ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കേട്ടു. ഇത് കേൾക്കാത്ത മക്കളാണ് നമ്മുടെ വീട്ടിലുണ്ടാകുക. ഒരുപക്ഷെ ഇത് കേൾക്കാത്ത ഭാര്യമാരായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുക. നമ്മളൊരു പ്ലാനിങ് നടത്തി, നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കും, ഇന്ന സമയത്ത് അത്താഴം കഴിക്കും, ഇന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചൊരു 50 ആയത്തെങ്കിലും ഓതും. ഇതിനാര് കൂടെ നിൽക്കണം? കുടുംബം കൂടെ നിൽക്കണം.
കുടുംബം കൂടെ നിൽക്കണമെങ്കിൽ എന്തു വേണം? കുടുംബത്തെ മതപരമായി വളർത്തണം. അതിനെന്തു വേണം? ഉപദേശങ്ങൾ കേൾക്കണം, നിർദ്ദേശങ്ങൾ കേൾക്കണം. റമളാനില് നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട് 1 മണിക്കൂർ ഉച്ചക്ക്. ആരൊക്കെ പങ്കെടുക്കണം? പുരുഷന്മാരും പങ്കെടുക്കണം, സ്ത്രീകളും പങ്കെടുക്കണം. പുരുഷന്മാർ അങ്ങനെ പങ്കെടുക്കും, പെൺകുട്ടികൾ പങ്കെടുക്കണം, ആൺകുട്ടികൾ പങ്കെടുക്കണം, ഭാര്യമാർ പങ്കെടുക്കണം. നമ്മുടെ തിരക്ക് മാറൂല. നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പ്രത്യേകിച്ചും പറയണം. 50 ആയത്തുകൾ ഓതാനുള്ള സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒളുവെടുത്ത് സുന്നത്ത് നമസ്കാരം ശ്രേഷ്ഠമായത് വീട്ടിൽ നിന്നാണ്. സുബഹിയുടെ സുന്നത്ത് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തഹയ്യത്ത് നമസ്കാരമുണ്ട്, സമയമുണ്ടെങ്കിൽ അത് നമ്മൾ നമസ്കരിക്കാം. സുബഹി ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക. ദുനിയാവും ആ ദുനിയാവിലുള്ളതെല്ലാം കരസ്ഥമാക്കിയതിനേക്കാൾ ശ്രേഷ്ഠമാണ് സുബഹിയുടെ ജമാഅത്ത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കണം. റമളാൻ നമ്മിലേക്ക് വരുമ്പോ നമ്മൾ അതിലൊരു ഒരുക്കം, ഒരു ശ്രദ്ധ, ഈമാനികമായി ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കണം. കുറേ പ്രാർത്ഥനകൾ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെയുണ്ട്. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഏറെ പുണ്യമാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته. ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശ നമുക്കുണ്ടാകും. നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത അതാണ്: ഞാൻ എന്തിനാ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്? ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എന്റെ പ്രവാചകന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ എനിക്ക് ലഭിക്കും. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, ഒരാൾ നല്ല രൂപത്തിൽ ഉളുവെടുത്തു. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു: അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. പടച്ചോനെ, നീയാണ് ഏകനായ സത്താവ്, നീയല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് അല്ലാഹുവേ, നീ എന്നെ തൗബ ചെയ്യുന്നവരിലും ശുദ്ധീകരിക്കുന്നവരിലും നീ എന്നെ ഉൾപ്പെടുത്തണം റബ്ബേ. എന്താ ലഭിക്കുക? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് ലഭിക്കും? ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുവാനുള്ള അവസരം അല്ലാഹു നൽകും. അതിനാണ് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നത്. യുദ്ഖലു മൻ അയ്യുഹാ സാഅ, ഇഷ്ടമുള്ള സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കാം. ഒരു പ്രാർത്ഥനയാണ് ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. ഉളുവെടുത്ത് പള്ളിയിലേക്ക് വന്ന് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നു തരണം റബ്ബേ എന്ന പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ മറക്കാതെ വിശുദ്ധ റമദാനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൗതികത, നമ്മുടെ തിരക്ക്, നമ്മുടെ ദുനിയാവ്, ഇതിന്റെയൊക്കെ ഇടയിൽ ഈ പ്രാർത്ഥനകൾ ഇടക്കിടക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ആത്മീയമായ അനുഭൂതി നമുക്ക് ലഭിക്കും. പിന്നെ റമദാൻ നോമ്പിന്റെ സമയം, നമ്മുടെ നോമ്പ് ബാങ്ക് കൊടുത്തത് മുതൽ മഗ്രിബ് വരെയാണ്. ആ സമയം അൽ ഇംസാഖ്, ഇംസാഖ് എന്ന് പറഞ്ഞാൽ അംസഖ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതുപോലെ ചിലത് പറ്റൂല. ആ സമയമെങ്കിലും ചിലത് പിടിച്ചു വെക്കണം. അങ്ങനെ 30 ദിവസം പിടിച്ചു വെച്ചാൽ പിന്നെ ആ പിടിച്ചു വെച്ചത് അങ്ങനെ വെക്കേണ്ട ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ അതിങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമാകും കുറെയൊക്കെ. അവ നോമ്പിൽ എന്തിനെ പിടിച്ചു വെക്കണം? കണ്ണിനെ പിടിച്ചു വെക്കണം, നാവിനെ പിടിച്ചു വെക്കണം, ചിന്തയെ പിടിച്ചു വെക്കണം, ആലോചനയെ പിടിച്ചു വെക്കണം. അതുകൊണ്ടാണ് ആ പദത്തിന് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞത്. ഇതിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക എന്നത് ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ശീലാകും. എന്നാൽ നാവിനെയും കണ്ണിനെയും ചിന്തയെയും ആലോചനയെയും പിടിച്ചു വെക്കുക എന്നത് നമുക്ക് അതുപോലെ ശീലമാകേണ്ടതുണ്ട് റമളാനിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു: മല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി. ഖൗലസ്സൂർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ.
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ അതൊരു മനുഷ്യൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല ഫീ അൻ യദഅ തആമഹു വസറാബഹു, ആ മനുഷ്യൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണം അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. ആ പ്രയോഗം അറബിയിലെ ലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹുവിന് ഒരു ആവശ്യമല്ല നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണം എന്നുള്ളത്. പിന്നെ അപ്പൊ നാവിനെ പിടിച്ചു വെക്കണം. ഉള്ളത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് റമളാനിനെ പകൽ ഒഴിവാക്കിയാലേ നോമ്പ് കിട്ടുള്ളൂ. ഇല്ലാത്തത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് റമളാനിന്റെ പകൽ ഒഴിവാക്കിയാലേ നോമ്പ് കിട്ടുള്ളൂ. നോമ്പ് കിട്ടിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നോമ്പ് കിട്ടിയാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അപ്പൊ നോമ്പ് ലഭിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. റസൂൽ പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, അതാണ്. രണ്ട്, നോമ്പ് കാരണത്താൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അതേതാ? ഐന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ എന്ന് റബ്ബ് ചോദിക്കും. ഫയഖൂമൂന, അപ്പോൾ വദമനുഷ്ഠിച്ചവർ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അള്ളാഹു പറയും, റയ്യാൻ എന്ന കവാടത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് ഒരു സന്തോഷം. മറ്റൊന്നോ, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം ഭക്ഷണവും വെള്ളവും കഴിക്കുന്നു എന്ന സന്തോഷം മാത്രമല്ല, ഒരു നോമ്പ് കിട്ടി എന്ന സന്തോഷം കൂടിയാണ്. ഒരു നോമ്പ് കിട്ടി. എങ്ങനെ? ഇൻഷാ അല്ലാഹ് ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതാണ് പ്രാർത്ഥന. ദഹബൽ ലമഉ, ദാഹം പോയി, സന്തോഷം. വബ്തല്ലത്തിൽ ഉറൂഖു, എന്റെ ഞരമ്പുകളെല്ലാം നനഞ്ഞു, സന്തോഷം. മൂന്നാമത്തേതോ വസബത്തൽ അജ്റു, പ്രതിഫലം ഉറപ്പായി, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അതാണ് നോമ്പ് കിട്ടി. കാരണം ഞാൻ എന്റെ നാവിനെ പിടിച്ചു വെച്ചു, കണ്ണിനെ പിടിച്ചു വെച്ചു, ആലോചനകളെ പിടിച്ചു വെച്ചു, വികാരങ്ങളെ പിടിച്ചു വെച്ചു, അത് പിടിച്ചു വെച്ചു. അതുകൊണ്ട് ആ സന്തോഷമുണ്ട്. അപ്പൊ റസൂല് സാഹചര്യം പറഞ്ഞു. വഇൻ സാഫഹു വഹദുൻ, ഇനി ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക, ഔ ഖാതലഹു, അല്ലെങ്കിൽ നിങ്ങളോട് പ്രശ്നമുണ്ടാക്കാൻ ഒന്നെന്ന് വിചാരിക്കുക. റമളാൻ മാസത്തിൽ നിങ്ങൾ പറയേണ്ടത് ഫൽയഖുൽ ഇന്നി സ്വാഇമൻ, ഇപ്പൊ ഞാൻ നോമ്പുകാരനാണ്. നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അത്ര കൂടാനല്ല, നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ? എനിക്ക് നോമ്പ് വേണം, എനിക്ക് നോമ്പ് വേണം. ആ നോമ്പ് കിട്ടണമെങ്കിൽ ഈ നിയമം നാം പാലിക്കണം. അതാണ്. അപ്പൊ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൻ നാസ ബിഖൈരിൻ മാ അജ്ലുഹു, ജനങ്ങൾ ഖൈറിലാകുന്നത് നോമ്പ് തുറക്കാൻ ധൃതി കാട്ടുന്ന ആ കാലത്തോളമാണ്. എന്താ? നോമ്പുറക്കണമെന്നുള്ള ചിന്ത അല്ലാതെയാലോ പറ്റൂല. എപ്പോഴാണോ ബാങ്ക് കൊടുക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പോൾ നോമ്പ് തുറക്കണം. ഇങ്ങനെ ഒരു നോമ്പിന്റെ, ഒരു ആത്മീയതയുടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ, പാപമോചനത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ ഒരു മനസ്സിലേക്ക് ഇന്ന് മാസം കണ്ടാൽ നാം പ്രവേശിക്കണം. തറാവീഹ് നമസ്കാരത്തോടുകൂടി നാം അതിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ നോമ്പിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന, നോമ്പിലെ ആരാധനാ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന നല്ല മനുഷ്യരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ.